കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനെയും കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയും ബിജെപിയിലേക്ക് പോയത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണെന്ന് ചാണ്ടി ഉമ്മൻ MLA. അവർക്ക് വ്യക്തിപരമായ തീരുമാനം എടുത്തൂടെയെന്നും ചാണ്ടി ഉമ്മൻ ചോദിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപനത്തിന് മുംബൈയിലെത്തിയ ചാണ്ടി ഉമ്മൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിൽ ചോദിച്ചത്. അവർ ബിജെപിയിലേക്ക് പോയതിനെ എങ്ങനെ കാണുന്നു, വിഷമമില്ലേ എന്നായിരുന്നു റിപ്പോർട്ടറുടെ ചോദ്യം. അവർക്ക് വ്യക്തമായ തീരുമാനമെടുത്തൂടെ? അത് പാർട്ടിയെ ബാധിക്കുന്ന വിഷയമല്ല, അവരുടെ വ്യക്തിപരമായ തീരുമാനം. അവർ മാത്രം പോയി, അതിൽ ഒരു നഷ്ടവും പാർട്ടിക്കുണ്ടായിട്ടില്ല. അതേസമയം മാനസികമായി ഞങ്ങൾക്കെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. കെ കരുണാകരന്റെ മക്കളെ കോൺഗ്രസിന് വേണ്ടെന്നും അത് സഹോദരനായ കെ മുരളീധരന് വൈകാതെ മനസ്സിലാകുമെന്നും പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം BJP വേദിയിൽ വ്യക്തമാക്കിയിരുന്നു. കെ മുരളീധരന് പരവതാനി വിരിച്ചാണ് താൻ പോന്നതെന്നും അല്പം വൈകി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാണ് അദ്ദേഹമെന്നും പത്മജ പറഞ്ഞു. എല്ലാം വൈകി ചിന്തിക്കുന്നയാളാണ് തൻ്റെ സഹോദരൻ. അദ്ദേഹത്തിന് വേണ്ടി ഒരു പരവതാനി വിരിച്ചിട്ടാണ് താൻ BJPയിലേക്ക് വന്നതെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. പത്തനംതിട്ടയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത BJP റാലിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു പത്മജ ഇക്കാര്യങ്ങൾ പറഞ്ഞത്. കെ കരുണാകരന്റെ മകളായതുകൊണ്ട് രണ്ടാം നിരയിൽ കസേരയിൽ ഒരു മൂലക്കിരുത്തിയെന്ന് പത്മജ പറഞ്ഞു. സ്ത്രീകളെ അപമാനിക്കുക, വേദനിപ്പിക്കുക എന്നിവയാണ് എന്നും കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. BJPയിലേക്ക് തന്നെ ആകർഷിച്ചത് മോദിജിയാണെന്ന് പത്മജ പറയുന്നു. തൻ്റെ കുടുംബം ഭാരതമാണെന്ന വാക്കുകൾ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അംഗമാകാൻ താൻ തീരുമാനിച്ചു. സ്ത്രീകൾക്ക് നൽകുന്ന ബഹുമാനം, ചെറുപ്പക്കാരെ വളർത്താനുള്ള വികസന പ്രവർത്തനങ്ങൾ ആരെയും ആകർഷിക്കുന്നതാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നത് ആരുടെ ഭാഗത്തു നിന്നായാലും അതിനൊപ്പം നിൽക്കുകയെന്നത് നമ്മുടെ കടമയെന്ന് പത്മജ പറഞ്ഞു. എല്ലാവരും ചോദിച്ച ചോദ്യമുണ്ട്, എന്തുകൊണ്ട് BJP എന്ന്. BJP എന്ന പാർട്ടിയെ താൻ ബഹുമാനിക്കുന്നു, മോദിയെ അതിൽ കൂടുതൽ സ്നേഹിക്കുന്നു. ഏതൊരു പാർട്ടിക്കായാലും നല്ലൊരു നായകൻ വേണം. ഇന്ന് കോൺഗ്രസിന് മാർക്സിസ്റ്റ് പാർട്ടിക്കും ഇല്ലാതായത് അതാണ്. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ AICC ആസ്ഥാനം പൂട്ടേണ്ടി വരും. കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയ AOHയും കേരളത്തിൽ നിന്ന് പോയ മറ്റൊരാളുടെ ഫോട്ടോയും മാത്രമേ അവിടെ ഉണ്ടാകൂ. ഒരാൾ പാർട്ടി ഉണ്ടാക്കി, ഒരാൾ പാർട്ടി നശിപ്പിച്ചു. എല്ലാവരെയും പാർട്ടിയിൽ നിന്ന് പറഞ്ഞുവിടാനാണ് അയാൾ ശ്രമിക്കുന്നത്. താൻ പാർട്ടി വിടണമെന്ന് തീരുമാനിച്ചപ്പോൾ കോൺഗ്രസിൽ നിന്ന് പലരും വിളിച്ചു. എന്നാൽ വിളിക്കാത്ത ഒരാളുണ്ട്. അതാരാണെന്ന് താൻ പിന്നീട് പറയും. അദ്ദേഹമാണ് തനിക്കെതിരെ കൂടുതൽ ചെലയ്ക്കുന്നത്. കെ കരുണാകരന്റെ മക്കളെ കോൺഗ്രസിന് വേണ്ട. കെ മുരളീധരന് അത് അടുത്ത് തന്നെ മനസ്സിലാകും. എൻ്റെ സഹോദരൻ വൈകി മനസ്സിലാക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെപ്പറ്റി താനൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിനുള്ള ഒരു പരവതാനി വിരിച്ചാണ് താൻ ഇങ്ങോട്ട് പോകുന്നത്. കെ കരുണാകരൻ പോയതോടെ കേരളത്തിലെ ഒരു പ്രമുഖ സമുദായം കോൺഗ്രസിൽ നിന്നകന്നു. പത്തനംതിട്ടയിലെ ഒരു പ്രബല വിഭാഗം LDFിനൊപ്പം പോയി. ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് വേണ്ടത് പാർട്ടിയല്ല, വികസനമാണ്. കേരളത്തിൻ്റെ അടുത്ത തലമുറയ്ക്ക് എന്താണ് കിട്ടുകയെന്നാണ് ആലോചിക്കുന്നത്. അതുണ്ടാക്കുക മോദിയുടെ കയ്യിൽ നിന്ന് മാത്രമാണ്. എല്ലാ കുട്ടികളും ഇന്ത്യ വിട്ടു പോവുകയാണ്. അച്ഛനും അമ്മയും ഒറ്റയ്ക്കാകുന്ന ഗ്രാമങ്ങളുണ്ടിവിടെ. അതൊന്നും ഇല്ലാതെ എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കാലം താൻ സ്വപ്നം കാണുന്നു. UDF എന്ന പ്രസ്ഥാനമുണ്ടായത് എൻ്റെ വീട്ടിലെ ഓഫീസ് മുറിയിൽ നിന്നാണ്. ഇന്നുള്ളവർക്ക് അത് പറയില്ല. ഇപ്പോൾ അവർ ഉണ്ടാക്കിയതെന്നാണ് അവരുടെ ഭാവം. അന്നൊക്കെ കോൺഗ്രസ് പറയുന്നതേ UDFിൽ നടക്കുകയുള്ളൂ. ഇന്നതാണോ സ്ഥിതി? ഒരു പ്രമുഖമായ സമുദായം പറയുന്നത് കേൾക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തി. അതിന് താൻ അവരെ കുറ്റം പറയില്ല. അവർ അവരുടെ പാർട്ടി വളർത്തുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ഗതികേടാണ് താൻ പറയുന്നത്. ആ രീതിയിലേക്ക് കോൺഗ്രസ് തരം താണുപോയി. പത്മിനി തോമസ് വന്നു, അത് ഒരു തുടക്കം മാത്രം. എല്ലാ ബൂത്തിലും ഒരാളെങ്കിലുമുള്ള ആളാണ് താൻ. എൻ്റെ എല്ലാ കഴിവുകളും ഈ പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കും. തിരിച്ചു പോകാൻ വേണ്ടിയല്ല താൻ BJPയിലേക്ക് വന്നത്. ഏറെ അപമാനം സഹിച്ചാണ് താൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നത്. പല രാത്രികളിൽ മീറ്റിംഗ് കഴിഞ്ഞ് വന്നിരുന്ന് കരയാറുണ്ടായിരുന്നു. കാരണം അത്രയധികം പുച്ഛമാണ് സ്ത്രീകളോട് അവർക്ക്. എത്ര വലിയ ആളുടെ മക്കളായാലും പെണ്ണായാൽ തീർന്നു. ഇവിടെ വന്നപ്പോൾ അഭിമാനം കൊണ്ടോ സന്തോഷം കൊണ്ടോ എന്നറിയില്ല, തൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എല്ലാ ഭാഗത്തും സ്ത്രീകൾ. ഇത് മറ്റൊരു പാർട്ടിയിലും കാണാൻ കഴിയില്ല എന്നും പത്മജ പറയുന്നു.